പ്രാർത്ഥനയോടെ ആരംഭിക്കുന്നതൊന്നും പരാജയപ്പെടില്ല, വിജയകരമായി പൂർത്തീകരിക്കും. പ്രാർത്ഥനയോടെ ആരംഭിച്ച നിങ്ങളുടെ കുടുംബജീവിതം, നിങ്ങളുടെ ബിസിനസ്, പഠനം, ഏത് വിഷയവുമായിക്കൊള്ളട്ടെ, പ്രാർത്ഥനയോടെയാണ് ആരംഭിച്ചതെങ്കിൽ അതൊരിക്കലും തടസ്സപ്പെടില്ല. അതൊരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ വഴിയടഞ്ഞു പോകില്ല. പ്രതികൂലങ്ങൾ കടന്നു വന്നേക്കാം, അല്പസമയത്തേക്ക് ചില പ്രയാസഘട്ടങ്ങൾ അതിനെതിരെ കടന്നു വന്നേക്കാം. എന്നാൽ പ്രാർത്ഥനയോടെയാണ് നിങ്ങൾ ആരംഭിച്ചതെങ്കിൽ അതിനുള്ളിൽ ദൈവത്തിൻ്റെ ഒരു അത്ഭുതകരമായ ഇടപെടൽ നിങ്ങൾ കാണും. ദൈവം നിങ്ങളെ വിജയിപ്പിക്കും. ഇന്ന് ഈ സന്ദേശം നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളത്തിൽ അങ്ങനെ ഒരു ബോധ്യം തരുന്നു. ഈ സന്ദേശം കേൾക്കുന്ന ചിലർ വളരെ പ്രയാസപ്പെട്ട്, വളരെ ദുഃഖത്തോടെ, നിരാശയോടെ, ജീവിതത്തിൽ ഇനി എന്താകുമെന്നുള്ള ചോദ്യത്തോടെ നിങ്ങൾ നിൽക്കുകയാണ്. എന്നാൽ ഇപ്പോഴുള്ള ഈ പ്രശ്നങ്ങളെ മറികടക്കുവാൻ ഒറ്റ വഴിയേ ഉള്ളൂ. മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുക, കണ്ണുനീരോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം ഒരു വഴി നിങ്ങൾക്ക് വേണ്ടി തുറക്കും. പ്രാർത്ഥന അവസാനത്തെ പടിയല്ല, ആദ്യത്തെ പടിയാണ്. പ്രാർത്ഥനയാണ് നിങ്ങൾ ഒന്നാമത് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏത് മതിൽക്കെട്ടുകളെയും മറികടക്കാൻ ദൈവം നിങ്ങൾക്ക് ശക്തി പകരും. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ ഈ ഒരു മാതൃക കാണുവാനായിട്ട് കഴിയും. താൻ പരീക്ഷ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ കാണുന്നു, യേശുവും സ്നാനമേറ്റ ശേഷം പ്രാർത്ഥിക്കുകയിൽ സ്വർഗം തുറന്നു. അപ്പോൾ തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി താൻ തയ്യാറെടുക്കുമ്പോൾ ജലസ്നാനത്തിന് ശേഷം യേശു ചെയ്തത് രോഗികളെ സൗഖ്യമാക്കുകയല്ല, പ്രസംഗിക്കുകയല്ല. തനിക്കതിനൊക്കെയും സാധിക്കുമായിരുന്നു. എന്നാൽ യേശു ആദ്യത്തെ ആ പ്രവൃത്തിയിലൂടെ നമുക്കൊരു മാതൃക കാണിച്ചു. പ്രാർത്ഥനയാണ് എല്ലാത്തിൻ്റെയും തുടക്കം. നോക്കൂ, പിന്നീടുള്ള യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ഓരോ ഘട്ടങ്ങളിലും പ്രാർത്ഥനയോടെ താൻ എല്ലാ വിഷയങ്ങളെയും നേരിടുന്നത് കാണാൻ കഴിയും. രോഗിയെ സൗഖ്യമാക്കുന്നതിന് പിന്നിലെ തൻ്റെ ശക്തി കേന്ദ്രമെന്ന് പറയുന്നത് രാത്രി മുഴുവനുള്ള പ്രാർത്ഥനയാണ്. 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. പിന്നീട് നാം ഇങ്ങനെ കാണുന്നു, ക്രൂശിൻ്റെ കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നതിന് മുമ്പ് യേശു ക്രിസ്തു ഗെത്സമനയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയോടെയാണ് യേശു എല്ലാത്തിനെയും നേരിട്ടത്. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ പ്രാർത്ഥനാ മുറിയിലേക്ക് കടന്നു ചെല്ലുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ക്ഷണിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ ശക്തി, അവിടെയാണ് നമ്മുടെ വിജയം. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മേ ഗോഡ് ബ്ലസ് യു.